വചനമൊഴി ഒക്ടോബർ 18. വചനഭാഗം ഹെബ്രായർ 12:1-11, ലൂക്കായുടെ സുവിശേഷം 9:18-20. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഒരിക്കൽ ഈശോ തനിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ മറുപടി പറഞ്ഞു, ചിലർ യോഹന്നാൻ മാബ്ദാന എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ്വ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തെഴുന്നേറ്റു എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, ദൈവത്തിന്റെ മിശിഹ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ശിഷ്യന്മാർ ഈശോയെക്കുറിച്ചുള്ള തങ്ങളുടെ ബോധ്യം ഏറ്റുപറയുന്ന വചനഭാഗമാണ്. ഈശോയും ശിഷ്യന്മാരും തനിച്ചായിരിക്കുമ്പോൾ ഈശോ അവരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഓരോരുത്തരും വ്യത്യസ്തമായ ഉത്തരങ്ങൾ പറഞ്ഞു. ചിലർ പറയുന്നു സ്നാപയോഹനാനാണ്, ചിലർ പറയുന്നു ഏലിയായാണ്, ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുവനാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള ഉത്തരങ്ങൾ തങ്ങളുടെ അറിവിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് അവർ പറയുമ്പോൾ ഈശോ അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈശോ അനുഭവിച്ച സ്ലീഹന്മാരിൽ പ്രമുഖനായ പത്രോസ് പറയുകയാണ്, അങ്ങ് ദൈവത്തിന്റെ മിശിഹായാണ്. ദൈവത്തിന്റെ മിശിഹായെ കുറിച്ച് വ്യത്യസ്തമായ അറിവുകൾ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ പഠനത്തിന്റെ ഭാഗമായി പലപ്പോഴും മിശിഹായെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമെല്ലാം മിശിഹായെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ മിശിഹായെ അനുദിന ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മിശിഹ ആരാണ് എന്ന് നമുക്ക് ഏറ്റുപറയുവാൻ സാധിക്കുന്നത്. മിശിഹായെ അനുഭവിച്ച യോഹന്നാൻ ശ്ലീഹ പറയുന്നു, അവിടുന്ന് സ്നേഹമാണ്. മിശിഹായെ അനുഭവിച്ച മാർത്തോമാ ശ്ലീഹ പറയുന്നു, അവിടുന്ന് കർത്താവും ദൈവവുമാണ്. പത്രോസ് മിശിഹ അനുഭവത്തിൽ നിന്ന് പറയുന്നു, അവിടുന്ന് ദൈവത്തിന്റെ മിശിഹായാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈശോയെക്കുറിച്ച് വ്യത്യസ്തമായ അറിവുകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ മിശിഹായുടെ കൂടെ ആയിരുന്നു കൊണ്ട് മിശിഹായെ അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ആരാണെന്ന് ഏറ്റുപറയാൻ സാധിക്കുന്നത്. മിശിഹായെ അനുഭവിക്കുന്നത് ഉദാശകളിലൂടെയാണ്. പ്രഥമമായി ഉദാശ സ്വീകരണങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനത്തെ നിരന്തരം ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നതിലൂടെ നമുക്കും മിശിഹാനുഭവത്തിൽ ആഴപ്പെടുവാൻ സാധിക്കും. മിശിഹാനുഭവത്തിൽ ആഴപ്പെടുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് വാക്കുകൊണ്ട് ഈശോയെ പ്രഘോഷിക്കുവാൻ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മിശിഹാനുഭവം നമുക്ക് പങ്കുവെച്ചു തന്ന വിശുദ്ധ ലൂക്കാ ശ്ലീഹായുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ഈശോയുടെ 70 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. വിശുദ്ധ ശ്ലീഹ താൻ അനുഭവിച്ച, താൻ അറിഞ്ഞ മിശിഹായെ നമുക്ക് വേണ്ടി പങ്കുവെച്ചു തന്നു. പ്രത്യേകിച്ച് യഹൂദരല്ലാതിരുന്നവര് ക്രൈസ്തവ സഭയിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് വേണ്ട മിശിഹാനുഭവം പങ്കുവെക്കുവാനായിട്ട് സുവിശേഷം എഴുതിയ വിശുദ്ധ ലൂക്കാ സുവിശേഷകനെ നാം ഇന്ന് അനുസ്മരിക്കുമ്പോൾ ശ്ലീഹായുടെ മാതൃകയനുസരിച്ച് മിശിഹ അനുഭവത്തിൽ ആഴപ്പെടുവാനും മിശിഹാനുഭവം പങ്കുവെക്കുവാനും നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.